ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോലൈസിസ് സൈക്കിൾ. Glucose transporter for transports glucose from the extracellular fluid to muscle cells and adipocytes. This translocase is under the influence of insulin. Chiefly, glycolysis completes in a series of total 10 steps. The conversion of glucose to pyruvate occurs in broadly two phases. First one, energy investment phase. Second one, energy generation phase. Energy investment phase consists of another two phases. First one, preparatory phase. Second one, splitting phase. Energy generation phase consists of only one phase, oxidoreduction phase. Oxidoreduction phase. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഫോർ ഗ്ലൂക്കോസിനെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്നും മസിൽ സെൽസിലേക്കും ആഡിപ്പോസൈറ്റ്സിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഗ്ലൂക്കോസിൻ്റെ ട്രാൻസ്ലൊക്കേസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഗ്ലൈക്കോലൈസിസ് നടക്കുന്ന സീരീസ് ഓഫ് ടോട്ടൽ 10 സ്റ്റെപ്സിലൂടെ കടന്നാണ് ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ കൺവേർഷൻ റിയാക്ഷനിൽ മേജറായിട്ട് രണ്ട് ഫേസസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ്, സെക്കൻഡ് വൺ എനർജി ജനറേഷൻ ഫേസ്. എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിനെ രണ്ടായി തിരിക്കാം. ഒന്ന് പ്രിപ്പറേറ്ററി ഫേസ്, രണ്ട് സ്പ്ലിറ്റിംഗ് ഫേസ്. പ്രിപ്പറേറ്ററി ഫേസ്, സ്പ്ലിറ്റിംഗ് ഫേസ്. എനർജി ജനറേഷൻ ഫേസിൽ മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഓക്സിഡോ റിഡക്ഷൻ ഫേസിനെ കുറിച്ചുള്ളതാണ്. അടുത്തത് ഗ്ലൈക്കോലൈസിസ് സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ, എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ്. Energy investment phase. It involves the first four reactions of glycolysis in which intermediates synthesized at the expense of ATP. Overall, this phase requires 2 molecules of ATP. രണ്ട് ATP മോളിക്യൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർമീഡിയറ്റ്സിനെ സിന്തസൈസ് ചെയ്യുക, അതായത് ഫോസ്ഫോറിലേഷനാണ് അവിടെ നടക്കുന്നത്. ഇൻ്റർമീഡിയറ്റ്സിനെ സിന്തസൈസ് ചെയ്യുന്ന ആദ്യത്തെ 4 റിയാക്ഷൻസ്, ഗ്ലൈക്കോലൈസിസിലെ ആദ്യത്തെ 4 റിയാക്ഷൻസാണ് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിൽ പറയുന്നത്. എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിലെ സബ് കാറ്റഗറിയിൽ വരുന്ന ആദ്യത്തെ ഫേസാണ് പ്രിപ്പറേറ്ററി ഫേസ്. Preparatory phase basically it involves the first 3 reactions of the glycolytic cycle and requires 2 molecules of ATP. ബേസിക്കലി ഇത് ആദ്യത്തെ 3 റിയാക്ഷൻസ് ആണ്. ഗ്ലൈക്കോലൈറ്റിക് സൈക്കിളിൻ്റെ ആദ്യത്തെ 3 റിയാക്ഷൻസ് ആണ് പ്രിപ്പറേറ്ററി ഫേസിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. 2 മോളിക്യൂൾസ് ഓഫ് ATP ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നു. Step 1, phosphorylation of glucose to glucose 6-phosphate. Phosphorylation of glucose to glucose 6-phosphate. The enzyme involved hexokinase and glucokinase. Hexokinase and glucokinase. Phosphorylation of glucose to glucose 6-phosphate. The enzyme involved hexokinase and glucokinase. ഹെക്സോകൈനേസ് കാണപ്പെടുന്നത് ഇൻ ഓൾ ടിഷ്യൂസ്. ഗ്ലൂക്കോകൈനേസ് കാണപ്പെടുന്നത് ഇൻ ലിവർ ആൻഡ് പാൻക്രിയാസ്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബൈ ആൻ എൻസൈം ഹെക്സോകൈനേസ് ഇൻ ഓൾ ടിഷ്യൂസ് ബൈ ഗ്ലൂക്കോകൈനേസ് ഇൻ ലിവർ ആൻഡ് പാൻക്രിയാസ്. Glucose phosphorylates to glucose 6-phosphate in the presence of hexokinase, which splits the ATP into ADP. Eventually, ATP molecule act as a phosphate donor in this reaction. Points to remember: hexokinase is inhibited allosterically by its product, glucose 6-phosphate. Hence, this reaction is irreversible.
ഈ ഒരു റിയാക്ഷൻ, അതായത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ്. കാരണം ഹെക്സോകൈനേസിനെ അല്ലോസ്റ്റിറിക്കലി ഇൻഹിബിറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു റിയാക്ഷൻ്റെ പ്രോഡക്റ്റിന്. ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന് ഹെക്സോകൈനേസിനെ അല്ലോസ്റ്റിറിക്കലി ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റെപ്പ് 2. Isomerization of glucose 6 phosphate to fructose 6 phosphate. Isomerization of glucose 6 phosphate to fructose 6 phosphate. Phosphohexose isomerase, or you can say phosphoglucose isomerase. The enzyme involved in this reaction is phosphohexose isomerase or phosphoglucose isomerase. Glucose 6 phosphate will isomerize to fructose 6 phosphate by phosphohexose isomerase. This reaction is readily reversible. ഈ ഒരു റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ് ഇവിടെ നടക്കുന്നത്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഐസോമറൈസേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. യൂസ് ചെയ്യുന്ന എൻസൈം ഫോസ്ഫോ ഹെക്സോസ് ഐസോമറൈസ് അല്ലെങ്കിൽ ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമറൈസ്. സ്റ്റെപ്പ് 3. Phosphorylation of fructose 6 phosphate to fructose 1,6-bisphosphate. The enzyme involved phosphofructokinase. Fructose 6 phosphate will further phosphorylate to fructose 1,6-bisphosphate. The enzyme phosphofructokinase. Fructose 6 phosphate will further phosphorylate to fructose 1,6-bisphosphate. The enzyme phosphofructokinase catalyzes the second phosphorylation step of glycolysis using a second molecule of ATP. Phosphofructokinase is an inducible allosteric and regulatory enzyme. Evidently, it is the most important control point and committed step of glycolysis. Once again, the reaction is irreversible. Phosphorylation of fructose 6 phosphate to fructose 1,6-bisphosphate by an enzyme phosphofructokinase. ഇവിടെ എ ടി പിനെ സെക്കൻഡ് മോളിക്യൂൾ ഓഫ് എ ടി പിനെ യൂട്ടിലൈസ് ചെയ്യുന്ന സെക്കൻഡ് ഫോസ്ഫോറിലേഷൻ സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. ഇവിടെയും ഫോസ്ഫോഫ്രക്ടോകൈനേസ് ഇൻഡ്യൂസബിൾ ആയിട്ടുള്ള എൻസൈമാണ്. അല്ലോസ്റ്റെറിക് റെഗുലേറ്ററി എൻസൈമാണ്. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്മിറ്റഡ് സ്റ്റെപ്പാണ്. ഗ്ലൈക്കോലൈസിസിൻ്റെ കമ്മിറ്റഡ് സ്റ്റെപ്പാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രോൾ പോയിൻ്റാണിത്. ഈ റിയാക്ഷനും ഇറിവേഴ്സിബിൾ ആണ്. സ്റ്റെപ്പ് 4. Cleavage of fructose 1,6-bisphosphate to triose phosphate. The enzyme involved aldolase. Fructose 1,6-bisphosphate cleaves into glyceraldehyde 3-phosphate and dihydroxyacetone phosphate. Glyceraldehyde 3-phosphate and dihydroxyacetone phosphate are interconverted by the enzyme phosphodiose isomerase. The reaction is reversible. This reaction accomplished in 2 steps. Firstly, fructose 1,6-bisphosphate cleaves into 2-triose phosphate. After that, dihydroxyacetone phosphate isomerizes into glyceraldehyde 3-phosphate. Thus, up to this point, we get 2 molecules of glyceraldehyde 3-phosphate from 1 molecule of glucose at the expense of 2 ATP molecule. ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റിനെ ക്ലീവ് ചെയ്ത് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷനാണിത്. ഇതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആൾഡോലേസ്
കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആൾഡോലേസ്. Glyceraldehyde 3-phosphate and dihydroxy acetone phosphate are interconvertible. അപ്പം അതിനുപയോഗിക്കുന്ന എൻസൈം ഏതാണ്? ഫോസ്ഫോ ട്രയോസ് ഐസോമറൈസ്. ഇവിടെ നമുക്ക് ഓർത്തിരിക്കാനുള്ള കാര്യം, ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ 2 സ്റ്റെപ്സ് ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന്, ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റിനെ ക്ലീവ് ചെയ്യുകയും 2 ട്രയോസ് ഫോസ്ഫേറ്റ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഐസോമറൈസസ് ഇൻറ്റു ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate. അപ്പം ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 2 molecules ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ഒരു ഗ്ലൂക്കോസിൽ നിന്നും 1 molecule ഓഫ് ഗ്ലൂക്കോസിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് ബൈ ദി എക്സ്പെൻസ് ഓഫ് 2 ATP molecule. അടുത്തത് എനർജി ജനറേഷൻ ഫേസ്. നമ്മൾ പഠിച്ചു, എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസിന് 2 സബ് ഡിവിഷൻസ് ആണുള്ളത്, പ്രിപ്പറേറ്ററി ഫേസും സ്പ്ലിറ്റിംഗ് ഫേസും. നമുക്ക് എനർജി ജനറേഷൻ ഫേസ് നോക്കാം. The remaining reactions will come under this phase in which a net of 2 molecules of ATP will form by substrate level phosphorylation per glucose molecule metabolized. The remaining reactions, എനർജി ജനറേഷൻ ഫേസ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ATP പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെറ്റ് ഓഫ് 2 molecule ഓഫ് ATP വിൽ ഫോം. എങ്ങനെയാണ്? ബൈ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ പെർ ഗ്ലൂക്കോസ് മോളിക്യൂൾ മെറ്റബിളൈസ്ഡ്. എനർജി ജനറേഷൻ ഫേസിൻ്റെ സബ് ഫേസ് ആണ് ഓക്സിഡോ റിഡക്ഷൻ ഫേസ്. സ്റ്റെപ്പ് 6, oxidation and phosphorylation of glyceraldehyde 3-phosphate to 1,3-bis-phosphoglycerate. The enzyme involved glyceraldehyde 3-phosphate dehydrogenase. Glyceraldehyde 3-phosphate oxidizes and simultaneously phosphorylates to 1,3-bis-phosphoglycerate with the help of NAD+. The reaction is reversible and the product contains a high energy bond. During this reaction, an aldehyde, that is glyceraldehyde 3-phosphate, will oxidize to a carboxylic acid with the reduction of NAD+ to NADH. എനർജി ജനറേഷൻ ഫേസിലെ സബ് ഫേസ് ആണ് ഓക്സിഡോ റിഡക്ഷൻ ഫേസ്. ഇവിടെ ഓക്സിഡേഷനും ഫോസ്ഫോറിലേഷനുമാണ് നടക്കുന്നത്. ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate 1,3-bis-phosphoglycerate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബൈ ആൻ എൻസൈം ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate dehydrogenase. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. ഇതിൻ്റെ പ്രോഡക്റ്റിൽ the product contains a high energy bond. ഈ ഒരു റിയാക്ഷനെ തുടർന്ന് ആൽഡിഹൈഡ് ആയിട്ടുള്ള ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ഓക്സിഡേഷൻ നടന്ന് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുന്നു. NAD+ റിഡക്ഷൻ നടന്ന് NADH ആയിട്ട് മാറുന്നു. സ്റ്റെപ്പ് 7, 1,3-bis-phosphoglycerate converts to 3-phosphoglycerate. The enzyme involved phosphoglycerate kinase. 1,3-bis-phosphoglycerate reacts with ADP to produce a 3-phosphoglycerate and ATP. It is an example of substrate level phosphorylation. Meanwhile, 2 molecule of ATP will form at this stage per molecule of glucose undergoing glycolysis. സ്റ്റെപ്പ് 7 പറയുന്നത് 1,3-bis-phosphoglycerate 3-phosphoglycerate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബൈ ആൻ എൻസൈം ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ്. ഇതൊരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷന് എക്സാമ്പിൾ ആണ്. ഇവിടെ ATP 2 molecule ഓഫ് ATP ഫോം ചെയ്യുന്നുണ്ട് പെർ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് അണ്ടർഗോയിങ് ഗ്ലൈക്കോലൈസിസ്. സ്റ്റെപ്പ് 8,
Isomerization of 3-phosphoglycerate to 2-phosphoglycerate. The enzyme involved phosphoglyceromutase. 3-phosphoglycerate isomerizes to 2-phosphoglycerate. The reaction is reversible. സ്റ്റെപ്പ് 8 ഐസോമറൈസേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. 3-phosphoglycerate 2-phosphoglycerate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബൈ ആൻ എൻസൈം ഫോസ്ഫോഗ്ലിസറോമ്യൂട്ടേസ്. ഈ ഒരു റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്. സ്റ്റെപ്പ് 9 ഡീഹൈഡ്രേഷൻ ഓഫ് 2-phosphoglycerate to phosphoenol pyruvate. The enzyme involved enolase. The dehydration of 2-phosphoglycerate results in the formation of phosphoenol pyruvate with the elimination of water molecules. As a result, a high energy phosphate bond will form. സ്റ്റെപ്പ് 9 ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. 2-phosphoglycerate ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബൈ ആൻ എൻസൈം ഈനോളൈസ്. 2-phosphoglycerateന് ഡീഹൈഡ്രേഷൻ നടന്ന് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. ഈനോളൈസ് റിക്വയർസ് Mg2+ magnesium ion or Mn2+ manganese ion, and if we remove magnesium ions, fluoride will irreversibly inhibit this enzyme. ഈനോളൈസിൻ്റെ പ്രവർത്തനത്തിന് മഗ്നീഷ്യം അയൺസിൻ്റെയും അല്ലെങ്കിൽ മാംഗനീസ് അയൺസിൻ്റെയും ഇൻഫ്ലുവൻസ് വലുതാണ്. ഇത് നമ്മൾ റിമൂവ് ചെയ്യുകയും അയൺസിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് എൻസൈമിൻ്റെ പ്രവർത്തനത്തിനെ ഫ്ലൂറൈഡ് ഇറിവേഴ്സിബിളി ഇൻഹിബിറ്റ് ചെയ്യുന്നു ഈ എൻസൈമിൻ്റെ പ്രവർത്തനത്തിനെ. ഫ്ലൂറൈഡ് എൻസൈമിൻ്റെ ആക്ടിവിറ്റീനെ ഇറിവേഴ്സിബിളി ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്ലൈക്കോലൈസിസ് സ്റ്റോപ്പ് ചെയ്യും. ഈ ഒരു കണ്ടീഷനിൽ ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് വളരെയധികം കുറവായിരിക്കും. സ്റ്റെപ്പ് 10 Dephosphorylation of phosphoenol pyruvate to pyruvate. The enzyme involved pyruvate kinase. This reaction completes in 2 steps. Firstly, phosphoenol pyruvate converts into enol pyruvate intermediate. After that, it will spontaneously isomerize into ketopyruvate, the stable form of pyruvate. Pyruvate kinase is a key glycolytic enzyme and it is the third irreversible reaction. Also, this is another example of substrate level phosphorylation. Step 10 Dephosphorylation of phosphoenol pyruvate. Phosphoenol pyruvate pyruvate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബൈ ആൻ എൻസൈം പൈറുവേറ്റ് കൈനേസ്. ഇത് 2 സ്റ്റെപ്പിലായിട്ടാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആദ്യം ഈനോൾ പൈറുവേറ്റ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് സ്പോണ്ടേനിയസ്ലി ഐസോമറൈസ് ചെയ്ത് കീറ്റോ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. കീറ്റോ പൈറുവേറ്റിൻ്റെ സ്റ്റേബിൾ ഫോമാണ്. പൈറുവേറ്റ് കൈനേസ് എന്ന് പറയുന്ന എൻസൈം കീ ഗ്ലൈക്കോലൈറ്റിക് എൻസൈമാണ്. ഇതൊരു തേർഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇതൊരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ വഴി നടക്കുന്ന റിയാക്ഷനാണ്. അടുത്തത് റിഡക്ഷൻ ഓഫ് പൈറുവേറ്റ് ടു ലാക്ടേറ്റ്. ദ എൻസൈം ഇൻവോൾവ്ഡ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. Under anaerobic conditions, pyruvate reduces to lactate. അനേറോബിക് കണ്ടീഷനിൽ പൈറുവേറ്റ് റെഡ്യൂസ് ചെയ്ത് ലാക്ടേറ്റ് ആയിട്ട് മാറുന്നു ബൈ ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. In aerobic conditions, the pyruvate enters the Krebs cycle for complete oxidation. Aerobic conditionsil pyruvate Krebs സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നു. കംപ്ലീറ്റ് ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നു. Glycolysis end product. In one cycle, glycolysis yields 2 molecules of pyruvate, 2 ATPs, 2 NADH and 2 water molecules. Net reaction of glycolysis. Glucose plus 2 NAD plus 2 inorganic phosphate plus
2 ADP give rise to pyruvate plus 2 NADH plus 4H plus 2 ATP plus 2 H2O. Product of glycolysis under anaerobic condition. Overall, when 1 molecule of glucose will converted to 2 moles of pyruvate, 2 moles of ATP will be used in the process, and 4 moles of ATP produced in the subsequent reaction for a net yield of 2 moles of ATP. Product of glycolysis under aerobic conditions. The direct consumption and formation of ATP are the same as in anaerobic glycolysis. 2 molecules of NADH are also produced per molecule of glucose. Ongoing aerobic glycolysis requires the oxidation of most of this NADH by the electron transport chain, producing approximately 3 ATP for each NADH molecule entering the chain. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.